അള്ളാഹു എല്ലാ അദൃശ്യങ്ങളും അറിയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താങ്കൾ എന്ത് കാര്യത്തിലായിരുന്നാലും ഖുർആനിൽ നിന്ന് ഓതുകയാണെങ്കിലും നിങ്ങളുടെ മേൽ നാം സാക്ഷിയായിട്ടല്ലാതെ അത് സംഭവിക്കുകയില്ല. ആകാശഭൂമികളിൽ ഒരണുത്തൂക്കമുള്ള വസ്തുവും അതിനേക്കാൾ ചെറുതും വലുതും ഒന്നും തന്നെ താങ്കളുടെ നാഥനിൽ നിന്ന് മറഞ്ഞു കിടക്കുകയില്ല. അതെല്ലാം തന്നെ ഒരു വ്യക്തമായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ ഇല്ല തന്നെ തന്നെ അഥവാ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്ത് 10 സൂറത്തിൽ 61 ആയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ മറ്റാളുകളാകട്ടെ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്താലും അള്ളാഹു അതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ഏത് കോണിലാകട്ടെ ചെറുതും വലുതുമായ ഏതൊരു കാര്യവും അള്ളാഹു കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അറിവ് അതിവിശാലമായതാകുന്നു. എല്ലാ കാര്യവും വ്യക്തമായ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ടാകും. ഭൂമിയിലോ ആകാശത്തോ ഒരു കാര്യവും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവ്യക്തമാവുകയില്ല തന്നെ. വിശുദ്ധ ഖുർആൻ 3:5. ലോകത്തിൻ്റെ ഇലാഹായിരിക്കാൻ അള്ളാഹുവിന് മാത്രമേ അർഹതയുള്ളൂ. അള്ളാഹു അല്ലാത്ത മറ്റാർക്കും അതിനുള്ള അർഹതയില്ല. അള്ളാഹു എന്നെന്നും ജീവിക്കുന്നവനും പരാശ്രയം കൂടാതെ നിലനിൽക്കുന്നവനും പ്രപഞ്ചത്തെ നിലനിർത്തുന്നവനുമാണ്. പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി അള്ളാഹുവിനറിയാം. മനുഷ്യരെ താൻ ഇച്ഛിക്കുന്നത് പ്രകാരം ഗർഭാശയങ്ങളിൽ വെച്ച് രൂപപ്പെടുത്തുന്നതും അള്ളാഹു തന്നെയാണ്. മനുഷ്യരെ മാർഗദർശനം ചെയ്യുന്നതിനു വേണ്ടി തൗറാത്തും ഇഞ്ചീലും സബൂറും ഇറക്കിയത് അള്ളാഹുവാണ്. അത് പ്രകാരം തന്നെയാണ് സത്യാസത്യ വിവേചകമായ ഖുർആനും അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതെല്ലാം ചെയ്തിരിക്കുന്ന അള്ളാഹുവാണ് പ്രപഞ്ചത്തിൻ്റെ ഇലാഹ്. അവനല്ലാതെ മറ്റാരും ഇലാഹ് ഇല്ല. അതാണ് വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യം. എന്നിട്ടും ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നു. അവർക്ക് മരണാനന്തര ജീവിതത്തിൽ അതികഠിനമായ ശിക്ഷയാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉണ്ടാവുക. പറയുക, നബിയെ താങ്കൾ പറയുക, സ്വന്തം ഹൃദയങ്ങളിലുള്ളത് നിങ്ങൾ മറച്ചുവെച്ചാലും വെളിപ്പെടുത്തിയാലും അള്ളാഹു അറിയുന്നുണ്ട്. ആകാശങ്ങളിലും ഭൂമിയിലുള്ളതും അവൻ അറിയുന്നുണ്ട്. അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. വിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ സൂറത്ത് ആയത്ത് നമ്പർ 29.